അൻവറിന്റെ തൃണമൂൽ പ്രവേശനമാണ് ഇപ്പോൾ രാഷ്ട്രീയ വൃത്തങ്ങളിലൊക്കെ വലിയ ചർച്ചയാവുന്നത്. പി.വി. അൻവർ എം.എൽ.എക്ക് തൃണമൂൽ കോൺഗ്രസിൽ ചേരുന്നതിന് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിൽ യു.ഡി.എഫിന്റെ ഭാഗമാക്കണോ എന്നത് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഭിന്നതയില്ലെന്ന് ചെന്നിത്തല പറഞ്ഞു. പക്ഷേ ചെന്നിത്തല അങ്ങനെ പറയുമ്പോഴും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ കേരളത്തിൽ കഴിയില്ല എന്നതാണ് കെ മുരളീധരന്റെ നിലപാട്. പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നുള്ള വിവരം അറിഞ്ഞു. അദ്ദേഹത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കണമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അത് ചർച്ചകൾ ചെയ്ത ശേഷം മാത്രമേ തീരുമാനിക്കൂ. അദ്ദേഹം ആദ്യം UDF നേതൃത്വത്തെ സമീപിക്കണം. സമീപിച്ച് ാണ് ചർച്ചകൾ നടക്കുന്നത്. പാർട്ടികളിൽ ഭിന്നത ഉണ്ടോ? രൂക്ഷമാണോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇതുവരെ ഞങ്ങൾ ആലോചിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഭിന്നതയുടെ പ്രശ്നമില്ല. തൃണമൂൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിൽ അംഗമാണെങ്കിലും അവരെല്ലാ പ്രവൃത്തിയും കോൺഗ്രസിനെതിരാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെ പോലും അവർ ചോദ്യം ചെയ്യുന്നു. ബംഗാളിൽ ഞങ്ങളുടെ കഴിഞ്ഞ ലോക്സഭയിൽ ഞങ്ങളുടെ പാർട്ടി നേതാവായിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ BJPയുമായി ചേർന്ന് തോൽപ്പിച്ചതാണ്. അതുകൊണ്ട് അവരുമായിട്ട് ഞങ്ങൾക്ക് കേരളത്തിൽ യോജിക്കാൻ കഴിയില്ല. പിന്നെ അഖിലേന്ത്യാ നേതൃത്വത്തിന് ആണ് എല്ലാം ഫൈനൽ തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തൃണമൂൽ ദഹിക്കില്ല. CV അനുമോദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനുമോദ്, ഇതിപ്പോൾ അൻവറിന്റെ കാര്യത്തിലാണ് പുതിയ തർക്കം. കോൺഗ്രസിനകത്ത് തർക്കങ്ങൾക്ക് ഒരു പഞ്ഞുമില്ല. അൻവറിന്റെ കാര്യത്തിൽ തർക്കമില്ല, ചർച്ച ചെയ്തില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുമ്പോഴും മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് ആ അതൃപ്തി, അങ്ങനെ പെട്ടെന്നൊന്നും അൻവർ ഇങ്ങോട്ട് വരണ്ട എന്നൊരു അതൃപ്തി വ്യക്തമാണ്. പക്ഷെ അതിലൊരു വൈരുദ്ധ്യമുള്ളത് ഇന്ത്യ മുന്നണിയിൽ അംഗമായ CPM-ഉം കോൺഗ്രസും നിലനിൽക്കുമ്പോഴാണ്, ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് തൃണമൂലുമായി ഞങ്ങൾക്ക് ചേരാൻ കഴിയില്ലെന്ന് മുരളി പറയുന്നത് എന്നത് ഒരു കൗതുകമായി തോന്നുകയും ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ. ഈ ഒരു തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന പി.വി. അൻവറിനെ UDF-ലേക്ക് എടുക്കണോ വേണ്ടയോ, ഭാഗമാക്കണോ, സഹകരിക്കണോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞതാണ്. കെ മുരളീധരൻ അത് കുറെ കൂടി തെളിഞ്ഞ ഭാഷയിൽ തന്നെ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ദഹിക്കില്ല എന്ന്. അതായത് ഒരു തരത്തിലും തൃണമൂൽ കോൺഗ്രസിൽ ഉൾപ്പെട്ട അൻവറിനെ കേരളത്തിലെ കോൺഗ്രസുമായി UDF-മായി സഹകരിപ്പിക്കാൻ താല്പര്യമില്ല, കഴിയില്ല എന്ന ഒരു നിലപാടാണ് കെ മുരളീധരൻ സ്വീകരിച്ചിരിക്കുന്നത്. ചെന്നിത്തലയാകട്ടെ കുറച്ച് തന്ത്രപരമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. തൃണമൂലിൻ്റെ അദ്ദേഹത്തിന് ചേരാൻ സ്വാതന്ത്ര്യമുണ്ട്, തൃണമൂൽ കോൺഗ്രസ്സിൽ മറ്റു കാര്യങ്ങളൊക്കെ UDF ചർച്ച ചെയ്യട്ടെ, മറ്റു എതിരഭിപ്രായങ്ങളൊന്നുമില്ല എന്ന് സാധാരണ ഒഴിഞ്ഞു മാറി പറയുന്നത് പോലെ തന്നെ രമേശ് ചെന്നിത്തല ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമുക്കറിയാം UDF പി.വി. അൻവറിനെ എടുക്കുന്നത് സംബന്ധിച്ച് UDF-ൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ അദ്ദേഹം തൃണമൂൽ ചേരുന്നതിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം സഹകരിച്ചു പോകാമെന്നൊക്കെ പ്രഖ്യാപിക്കുമ്പോൾ പോലും അതിനോട് പൂർണ്ണ അർത്ഥത്തിൽ ഒരു മറുപടി UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അദ്ദേഹം ലീഗ് നേതാക്കളെ കണ്ടു, സഹകരണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഈ വനം വന്യജീവി നിയമ ഭേദഗതിക്കെതിരായ പോരാട്ടത്തിൽ പിന്തുണയ്ക്കുമെന്ന് ലീഗ് അറിയിച്ചു. ശേഷം അദ്ദേഹം തിരുവനന്തപുരത്ത് പോയെങ്കിലും അദ്ദേഹത്തിന് UDF നേതാക്കളെ, കോൺഗ്രസിലെ മറ്റു നേതാക്കളെയൊക്കെ കണ്ട് ലീഗ് നേതാക്കളെ കൺവിൻസ് ചെയ്തപോലെ കൺവിൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി ഭാഗമായതോടെ അദ്ദേഹം പി.വി. അൻവർ ഇപ്പോഴും പറയുന്നത് അംഗമായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാദം. എന്നിരുന്നാൽ പോലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ UDF-മായി എങ്ങനെ സഹകരിച്ചു പോകുമെന്ന കാര്യത്തിലൊക്കെ UDF-നുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് തന്നെ ഒരു കൃത്യമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിൽ ഏറെ പ്രതിസന്ധികൾ കൂടുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. നേരത്തെ രാഷ്ട്രീയമായിട്ട് ഒരു അഡ്രസ്സ് ഇല്ലാത്ത സാഹചര്യമായിരുന്നെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമാകുന്നു എന്ന് പറയുമ്പോൾ പോലും UDF-ലേക്ക് അടുക്കുവാൻ അദ്ദേഹത്തിന് പ്രതിബന്ധങ്ങൾ ഏറുകയാണ് എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ വിലയിരുത്തുവാൻ. മലപ്പുറത്ത് നിന്ന് പി.വി. അൻവറിന്റെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല. ഒരു താല്പര്യമൊക്കെ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ UDF പൊതുവെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ തൃണമൂലിൽ ചേർന്നതോടെ, തൃണമൂലിനോട് അടുത്തതോടെ ഇത് എങ്ങനെയാവും, ഈ കോമ്പിനേഷൻസ് എങ്ങനെയാവും ഇത് വർക്ക് ചെയ്യുക എന്നൊക്കെ കാത്തിരുന്ന് കാണണം.